അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ആത്മീയമായ അല്ലെങ്കിൽ ഈമാനികമായ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളെപ്പോഴും ആശങ്കപ്പെടാറുണ്ട്. എനിക്കൊരു ഭക്തി ഇല്ലേ, ഒരു തഖ്വല്ലേ എന്ന ഒരു വസ്വാസം ഇങ്ങനെ മനസ്സിക്ക് നമുക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സ്വയം സമാധാനം കണ്ടെത്തുവാനുള്ള ചില വഴികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കാം. ചില ആൾക്ക് അങ്ങനെ ഒരു പേടി കുടുങ്ങി കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ബേജാറ് വരും. ഒന്ന്, നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, നമ്മുടെ ഈമാൻ കൊണ്ടും നമ്മുടെ പരലോക ബോധം കൊണ്ടും പടച്ചവനെക്കുറിച്ചുള്ള പേടി കൊണ്ടും നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ധാരാളമില്ലേ? ഇപ്പോൾ ഒരാൾ നമ്മളെ നോക്കാനില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാതിരിക്കും. നിസ്കാരം അപ്പോൾ ആത്മാർത്ഥമാണ്. ഏ നമുക്ക് ചില വേണ്ടാത്തരങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഫോണ് കാണാൻ പറ്റും. പക്ഷെ അതെത്തുമ്പോൾ നമ്മളത് പിന്നെ അടിച്ചു വിടുന്നത് എന്തുകൊണ്ടാണ്? കാണാൻ പറ്റൂല, നമ്മളതിൻ്റെ സൂക്ഷ്മത പാലിക്കുന്നു. നമ്മൾ എത്രയോ ആളുകൾക്ക് ആരും അറിയാതെ സ്വകാര്യമായ ദാനധർമ്മങ്ങൾ നിർവഹിച്ചു. നമുക്കതുകൊണ്ട് എന്താണ് ലാഭം? അല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു പെട്ടിയിൽ നമ്മൾ പണം നിശ്ചയിച്ചു. നമ്മൾ പോക്കത്ത് എടുത്ത എത്ര സംഖ്യയാണ്, ഇട്ടത് എത്രയെന്ന് ആരും അറിയണില്ല. ഒക്കെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ പലപ്പോഴും മനസ്സ് നീറി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. നമുക്ക് വിശ്വാസവും ഭക്തിയുള്ളതുകൊണ്ടല്ലേ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ നന്മകൾ ആത്മാർത്ഥമായി മറ്റാരെയും ബോധ്യപ്പെടുത്താതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനും ഒരു വിശ്വാസിയാണ്, ഞാൻ നന്മ പ്രവർത്തിക്കുന്നവനാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾക്ക് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഉപകാരപ്രദമായ കാര്യങ്ങളിൽ പങ്കാളികളാവാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവുക, നമുക്ക് നന്നായി ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയാൻ, ഇതൊക്കെ ഒരു നല്ല ലക്ഷണമാണ്. വല തെക്കൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ അള്ളാഹനെ മറന്ന ആൾക്കാരെ കൂട്ടത്തിൽ പെടരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാടെ വിസ്മരിച്ചുകൊണ്ട് തങ്ങളുടെ ദേഹേച്ഛകൾക്ക് അനുസരിച്ചുകൊണ്ട് തിന്മകളുമായി കഴിച്ചു കൂട്ടുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എന്ത് തെറ്റും ചെയ്യാൻ കഴിയുന്ന ആ കൂട്ടത്തിൽ നമ്മൾ പോകരുത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന് മറന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ഫഅൻസാഹും അൻഫുസഹും, അവരെ അള്ളാഹു മറപ്പിക്കും. നമ്മുടെ സ്വന്തങ്ങളെ നമ്മൾ മറന്നു പോകും. നമ്മുടെ നേട്ടങ്ങൾക്കും നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. വളരെ ഭയാനകമായൊരവസ്ഥയാണത്. നമുക്കെന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല, നമുക്കൊന്ന് ഭക്തിയോടെ നിസ്കരിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല ആത്മാർത്ഥതയോടെ ഒരു ദീനീ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല, നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ക്രിയാത്മകമായ നല്ല പരിപാടികളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രയോജനകരമല്ലാത്തൊരു ജീവിതം, നമ്മളെക്കുറിച്ച് ചിന്തിക്കാത്ത, നമുക്ക് പ്രയോജനം കിട്ടാത്ത, നമ്മെ മറന്ന് ജീവിക്കുന്ന, നമുക്ക് വരാവുന്ന ഭവിഷ്യത്തുകളെ ഓർക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അത്തരം ആളുകളാണ് അധർമ്മകാരികളായ ആളുകളെന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന് നമുക്ക് പ്രേരണ നൽകുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ അള്ളാഹുവിനെ വിസ്മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ജാഗ്രത കാണിക്കുകയും വേണം. സത്യത്തിൽ ഇതും നമുക്ക് സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഗുണകരമായ കാര്യങ്ങൾ ഞാൻ പങ്കാളിയാകുന്നുണ്ടല്ലോ എന്നതൊക്കെ നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ചില നന്മകളെ വളരെ ചിട്ടയോടുകൂടെ നിരന്തരമാക്കുക. ഇപ്പോൾ ഒരാൾ എന്നും രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം, അത് ആ 100 പ്രാവശ്യം പറയുന്ന ഒരു ദിവസം തെറ്റിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മളൊരു 2 ആയത്ത് മനഃപ്പാഠമാക്കുക. അത് എല്ലാ ദിവസവും കണ്ണിശമായി, ഒരു ദിവസം പറ്റില്ലെങ്കിൽ പിറ്റേന്ന് 4 ആയത്ത് പഠിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൃത്യനിഷ്ഠയോടുകൂടെ ജീവിതത്തിൽ ഒരു മുടക്കുമില്ലാതെ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് എന്തുണ്ടാവുമെന്നറിയോ? ഒരു സന്തോഷമുണ്ടാവും. ഞാൻ ഇങ്ങനൊരു നന്മ ചെയ്യുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യണില്ല, എൻ്റെ നിന്നൊന്നും ഒന്നും ഉണ്ടാവണില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ പലപ്പോഴും എത്തിച്ചേരാൻ സാധ്യത. അപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാകുന്ന ആത്മാർത്ഥമായ ചില പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന ഒരു ബോധം
നമുക്കുണ്ടായിത്തീരുക. നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന ബോധമാകുന്നു. അതേപോലെ തന്നെ സ്ഥിരമായ ചില നന്മകൾ എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നു എന്ന നിലക്കുള്ള മാനസികാവസ്ഥ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാകുന്നു. തീർച്ചയായും ഇത്തരം ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലാഹു അത്തരം നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.